ഹലോ 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 നമസ്കാരം. ഹലോ സർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഐഡിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. സാറിന് വേണ്ടിയിട്ട് പുതുതായിട്ട് കുറെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാറിന്റെ പേര് പറയാവോ? ഐഡിയെന്നാ? അതെ. അയ്യോ, അത് ഞാൻ അങ്ങനെ കോളൊന്നും വിളിക്കാറില്ല ചേച്ചി. വല്ലപ്പോഴും ഇപ്പോൾ കോളുള്ളൂ. വേണ്ട. ശരി ശരി. സാറിന്റെ പേര് പറയാവോ? എന്റെ പേര് ബിജേഷ്. വിജേഷ്. സ്ഥലം എവിടെയാണ്? സ്ഥലം ആലപ്പാട്. പഴുവിൽ. പഴുവിൽ. ഓക്കെ ഓക്കെ. സാറ് ഒരു മാസം എത്ര രൂപ റീചാർജ് ചെയ്യാറുണ്ട്? ഇല്ല, ഞാൻ അതില് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് മാത്രമേ ഇടാറുള്ളൂ. കാരണം അതിൽ സിമ്മിട്ടല്ല ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിട്ട് ഇട്ടുള്ളത്. അപ്പൊ സാറിപ്പോ നിലവിൽ ഏത് കണക്ഷനാണ് യൂസ് ചെയ്യണേ? ഞാൻ BSNL. ഓക്കെ. അപ്പൊ സാറിന് എങ്ങനെയാ ഒരു മാസം എത്ര രൂപയ്ക്ക് റീചാർജ്? ഇല്ല, എനിക്ക് 135 രൂപ റീചാർജ് ചെയ്താൽ 350 മിനിറ്റ് ഫ്രീ. അതൊരു മാസം കൊണ്ട് തീരുന്നുണ്ട്. 350 മിനിറ്റ് മാത്രം യൂസ് ചെയ്യണമല്ലോ ഒരു മാസം? അത്രേ ഉള്ളൂ. നമുക്ക് വേറെ വിളികളൊന്നും ഇല്ല ആരും. നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ വിളികൾ യൂസ് ചെയ്യാറുണ്ടോ? നെറ്റ് BSNL ചെയ്യാറുണ്ട്. വൈഫൈ കണക്ഷൻ ഉണ്ട്. അപ്പോ ഐഡിയയിലേക്ക് മാറിക്കൂടെ സാറിന്? അയ്യോ, ഐഡിയയിലേക്ക് മാറുന്നില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഐഡിയ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറഞ്ഞ മാതിരി ഇടയ്ക്കിടയ്ക്ക് കാശ് കൂട്ടും, ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കും. നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. സാറിനറിയോ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്? അതറിയാം. നിങ്ങള് ചേച്ചിനെ കാണിച്ച് അനിയത്തിന് കടിച്ചു തരും. അതേ സ്വഭാവം എല്ലാ കമ്പനി. ഞാൻ അതാ ലാസ്റ്റ് BSNL മാറി. അവരാകുമ്പോ ഉള്ള കാര്യം തുറന്നു പറയും. ചേച്ചിയാണെങ്കിൽ ചേച്ചി, അനിയത്തിയാണെങ്കിൽ അനിയത്തി. കാര്യം പറഞ്ഞത് ആദ്യം റിലയൻസ് ആയിരുന്നു എന്റെ കണക്ഷൻ. ആ റിലയൻസുകാര് അനിയത്തിനെ കാണിച്ചിട്ട് സുന്ദരി, അപ്പൊ ചേച്ചിനെ കടിച്ചെന്നു. നോക്കുമ്പോ കോമളാക്കി. അതേ വലിയ അവസ്ഥ ഇവിടെ. ഇല്ല സാർ, ഐഡിയ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അയ്യോ, ഐഡിയ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞതല്ലല്ലോ, ഞാൻ അനുഭവം പറഞ്ഞതാ. അല്ലാണ്ട് ഇപ്പൊ ചെയ്തില്ലെന്ന് എനിക്കറിയില്ല. അല്ല സാർ ഒരു പക്ഷെ ഐഡിയ എടുത്ത് നോക്കൂ, അപ്പൊ സാറിന് മനസ്സിലാവും. അയ്യോ, എനിക്ക് മനസ്സിലായി. ഐഡിയ ഞാനിവിടെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. ഗവൺമെന്റ് സ്റ്റാഫാ. ഗവൺമെന്റ് സ്റ്റാഫ് എന്നിട്ടാണോ സാർ ഐഡിയുടെ കണക്ഷൻ എടുക്കാത്തത്? അയ്യോ, എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെന്റ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ BSNL ഒരു ഇതൊക്കെ ഫ്രീ കിട്ടുന്നുണ്ട്. എന്തിനാ ഈ വെറുതെ ആവശ്യമില്ലാത്തതിന് നമ്മൾ ഈ എല്ലാത്തിനും തല വയ്ക്കണേ? അത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല. അയ്യോ, എനിക്ക് ബെസ്റ്റ് ഓഫർന്ന് കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും വെച്ച എപ്പോഴും മുഴിച്ചിരിക്കും ചേച്ചിയെ. അത് നമുക്കറിയാം. 10ാം ക്ലാസ് തുല്യം പഠിക്കാൻ പോയതാ ഞാൻ. അത് പറഞ്ഞു PH എടുക്കില്ലാന്ന്. പിന്നെ രണ്ടാമത് 10ാം ക്ലാസ് എഴുതേണ്ട ഗതികേടാ എന്റെ അവസ്ഥ. അതിന് കാര്യം. അപ്പൊ അതേ പിന്നെ നമ്മൾ തത്തുല്യം എന്ന് പറഞ്ഞ പരിപാടി നിർത്തി, ഓഫറുകൾ നിർത്തി. ഇല്ല സാർ, ഞാൻ പറയണത് കേൾക്കൂ. 999 പ്ലാൻ ഉണ്ട്. 5000 ലോക്കൽ ആൻഡ് STD മിനിറ്റ്സ്. അതായത് സാറിന് കേരളത്തിൽ മാത്രം വിളിക്കണതല്ല. അയ്യോ, എനിക്ക് STD വിളിക്കാൻ ആരുമില്ല. STD വിളിച്ചു കഴിഞ്ഞാൽ എന്റെ കോൾ ട്രൈ ചെയ്യുന്നതാ. പിന്നെ 1000 ലോക്കൽ ആൻഡ് നാഷണൽ SMS. ഇതൊന്നും പോരാണ്ട് സാറിന് 1 GB 3G ഡാറ്റ ഉണ്ട്. അയ്യോ, ഇവിടെ 3G ആലപ്പാട് കുറവാ. ഇപ്പൊ പിടിച്ചുടങ്ങിയിട്ടുള്ളൂ. ആണോ? നമുക്കറിയാം 3G ഇതൊക്കെ. 3G എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുമ്പോ 5GB കണക്ഷൻ എന്ന് പറയും. 5GB ഉണ്ട്, നെറ്റ് കണക്ഷൻ തരും, അതൊക്കെ പറയും. അത് കഴിഞ്ഞ് ഒരു 2GB 3GB ആകുമ്പോഴേക്കും നെറ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ അതിന്റെ സ്പീഡ് 512-നേക്കാളും കുറയും. 512 കിട്ടിയാൽ മതിയായിരുന്നു. അതിനേക്കാളും കുറഞ്ഞ് 100 kbps ഒക്കെ ആയിട്ട് 50 kbps ഒക്കെ ആയിട്ട് വരുന്നു. നമുക്കറിയത് നമ്മള് ശരിക്കും അനലൈസ് ചെയ്യണ കാരണം നമ്മളത് അറിയണതാ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ചേച്ചി. പക്ഷെ ഈ നെറ്റ്വർക്കിന്റെ കാര്യത്തില് ഏറ്റവും സ്പീഡുള്ളത് ഐഡിയക്കാണ്. അതൊക്കെ ഉണ്ടാവും. ഐഡിയക്ക് ഏറ്റവും കൂടുതൽ ടവറുകളുള്ളതൊക്കെ ഐഡിയക്ക് തന്നെയാണ്. അത് നമുക്കറിയാം. പറഞ്ഞ കുമാരമംഗലം പിള്ളേരെ ചേട്ടന്റെയാണ് അത്. പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആളെ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യാ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കോൾഗേറ്റ് പഠിച്ച് പല്ല് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പല്ലല്ല വിളിക്കുന്നത്. അപ്പൊ ഞാൻ മൂമിക്കരി ചേച്ചിയപ്പോ കോൾഗേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ കോൾഗേറ്റ് ഓണത് അവരെ പല്ല വിളിക്കുന്നത്. എന്തിനാ വെറുതെ എന്താ ആവശ്യം കഴിയുന്നത്? എന്റെ വീട് ആലപ്പാട് കുണ്ടോളിക്കടവ് പറയും. അയ്യോ, ഞാൻ അധികം സുന്ദരനൊന്നല്ല. ഇത്രയും മഹദ്യക്തികളൊക്കെ വല്ലപ്പോഴൊക്കെ ജനിക്കുള്ളൂ. അത് കാരണം അതൊക്കെ അങ്ങനെ പുകഴ്ത്തിക്കോ. ചായ ഒന്നും മേടിച്ചില്ല. അത് പുകഴ്ത്തിക്കോ. എനിക്ക് യാതൊരു പരാതിയില്ല. ഓക്കെ. അത് സാറിന് എന്തായാലും ഒരു കണക്ഷൻ എടുത്തോടെ. ഇത്രയും നന്നായിട്ട് സംസാരിക്കണം. അയ്യോ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിലേ സാറൊന്നല്ല, മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അല്ല, മഹാഭാരതത്തിലല്ല മാത്രല്ല, മറ്റേ പ്രൈഡിറ്റ് ഇതായി നെയിം ഓഫ് വുമൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഷേക്സ്പിയർ. ചപലത നിന്റെ പേരാണ് സ്ത്രീ. അത് കാരണം സ്ത്രീകൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നും എടുക്കില്ല. കാരണം അവര് പറഞ്ഞു പറ്റിക്കും.
ഇപ്പൊ ഇവിടെ കളക്ടർ അന്തികാട് ഒരു പേപ്പറിൽ കണ്ടു, കളക്ടർ ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിച്ചു. ഒരു നല്ലൊരു ഡെപ്യൂട്ടി വായിച്ചിട്ടില്ല അപ്പൊ. അപ്പൊ ഞാനും വായിച്ചേ. അപ്പൊ പെണ്ണുങ്ങൾ വന്ന് പറഞ്ഞ അയ്യോ ഞാനില്ല ആ ഭാഗത്തേക്ക് പോല, കുടുംബശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ണിൽ കണ്ടു ആ ഭാഗത്തേക്ക് പോല, വല്ല കേസും കൊടുത്തവര് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി മനസ്സ് എന്തിനാ വെറുതെ അത് അമ്മ പെണ്ണിനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ പെണ്ണിനെയാണ് അത് പറഞ്ഞിട്ട് അമ്മയ്ക്ക് അതിന്റെ കപലകളുണ്ട്. അതറിയില്ലേ അത് എന്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കാര്യം കൂടി ഉണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നാടിന്റെ പൊതുസ്വത്തിന് അത്രേ ഉള്ളൂ. കാരണം അമ്മ എന്ന് പറഞ്ഞൊരു സംഘം, അമ്മ എന്നൊരു യാഥാർത്ഥ്യം. ഇപ്പൊ യാഥാർത്ഥ്യം ഒന്നും പറയാൻ പറ്റില്ല, കാരണം ക്ലോണിങ് വന്നോട് ഒഴിച്ച് അമ്മയുടെ ആവശ്യമില്ല ശരിക്കും. അപ്പൊ അത് കാരണം നമുക്കിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചിയെ. ഞാനൊരു വേറെ പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ ക്ലോണിങ്ങിന്റെ കാലഘട്ടം വരുന്നത് അത് ചെയ്യും. കാരണം ഞാൻ സയൻസിൽ വിശ്വസിക്കുന്ന മനുഷ്യനാ. നിങ്ങളൊക്കെ ചെയ്യുന്ന നല്ല കാര്യം തന്നെ, ഐഡിയ ടവർ വരുന്നതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ ഈ പറ്റിക്കൽ മാത്രമാണ് സഹിച്ചുകൂടാത്തത്. കാരണം അര പൈസ പോലും വരുന്നില്ലേ ഈ എത്രയോ കോസ്മിക് റൈസ് വരുന്നത് ഇവിടെ. അതേമാതിരി അര പൈസ പോലും ഇതിന് ടവറിന്റെ അത് മാത്രം അതൊരു വാച്ചർ ഉണ്ടാവും ഇവിടെ, നമുക്ക് അറിയാത്. അപ്പൊ ഇത്രയധികം കോടിക്കണ രൂപ നമ്മള് ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് നടക്കണം ഇപ്പോഴും. പിന്നെ ഇത്തിരി കാശ് കുറച്ചിട്ടുണ്ട്. ഇപ്പൊ നെറ്റിൽ നിങ്ങൾ കാശ് കൂട്ടിക്കൊണ്ടിരിക്കപ്പോ. ആദ്യം 199 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1 GB 2 GB ഒക്കെ കിട്ടിയിരുന്ന. അപ്പൊ അതുമില്ല ഒന്നുമില്ല. ഇപ്പൊ പരിപ്പട വാങ്ങിച്ചതിന്റെ നല്ലത്. ഇപ്പൊ പരിപ്പടയ്ക്ക് അന്ന് 5 രൂപ തന്നെ ഉള്ളൂന്നുണ്ട്. അപ്പൊ ശരി. എന്താ ചേച്ചിയുടെ പേര്? ആര്യ. അപ്പൊ ആര്യ ചേച്ചിയെ അതിന് കാര്യം വേറെ ഒന്നും ചേച്ചിയെ നമ്പർ ചേച്ചിക്ക് ഞങ്ങള് ബേസിൽ നോക്കി വിളിക്കുന്നതാണ്. ബേസിലാ? ബേസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങക്ക് കുറെ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഓ അങ്ങനെ അല്ലേ. അപ്പൊ ഞാൻ എവിടെയെങ്കിലും ഓഫർ എടുക്കാൻ പോയില്ല. ഈ മറ്റേ കാനറ ബാങ്കിൽ ഞാൻ ലോണിന് പോയി നടന്നേ. അപ്പൊ അവര് ആ ലോണിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടുത്തെ മാനേജർ കാശ് മേടിച്ചിട്ട് മുക്കിയിട്ട് ഈ HDFC കൊടുത്തു. അവിടുന്ന് പെട്ടെന്ന് കിട്ടുന്നു എന്നോട്. അപ്പൊ ചിലപ്പോ അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ടോ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ HDFC എനിക്ക് മറ്റേ ഇവരൊക്കെ പറയും ഭയങ്കര ഓഫർ നോക്കി നമുക്ക് നാളെ വെച്ചിട്ടുണ്ടായിരുന്നു. കാനറ ബാങ്കിൽ നല്ലൊരു കൃഷി വകുപ്പിന്റെ ഇതായിരുന്നു. അത് അയ്യോ ഇല്ല ചേട്ടാ അവിടെ ഇല്ല, HDFC പെട്ടെന്ന് കിട്ടും ചേട്ടാന്ന് എന്നോട് മാനേജർ കാശ് മേടിച്ചിട്ടേ. നമുക്കറിയാത്. അപ്പൊ അതേമാതിരി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജോലി ചെയ്യുന്നു, ഞാൻ എന്റെ പണി ചെയ്യുന്ന അത്ര തന്നെ ഉള്ളു. അപ്പൊ ശരി. ശരി സർ. ഓക്കെ.